അടുത്തൊരു ഇയോ. അതെ, ഇത് 2012 വണ്ടിയാണ്. 12 വണ്ടി. മാഗ്ന പ്ലസ്. അടുത്തത് ഏതാ? ഇത് ആൾട്ടോ 800 2021 വണ്ടി. BS6 വണ്ടി LXI. അപ്പൊ സ്കൂട്ടി എത്രയാ? വീഗോ നമുക്ക് 15 രൂപ സ്റ്റാർട്ടിംഗ് ഉണ്ട്. ഏതാ മൂലയെടുത്ത? ഇത് ഇന്ന് വന്നിരിക്കുന്നത് നമ്മളെ MS മോട്ടോഴ്സിലാണ്. നിങ്ങൾക്ക് അറിയായിരിക്കും എൻ്റെ വീഡിയോ കാണുന്നവർക്ക്. നമ്മളെ സ്ഥിരം പ്ലേസ് ആണ്. എൻ്റെ ഫസ്റ്റ് വീഡിയോ ഇവിടെ നിന്നാണ് തുടക്കം. അപ്പോൾ നമ്മളെ കാക്കിന്ന് വിളിച്ചിട്ടുണ്ട്. നമ്മൾ കഴിഞ്ഞതിൻ്റെ ഇടയ്ക്ക് ഒരു വീഡിയോ എടുത്തായിരുന്നു. പക്ഷേ അന്ന് നമ്മൾ വീഡിയോ എടുത്തുന്ന കുറേ വണ്ടികൾ പോയായിരുന്നു. അപ്പം വീഡിയോ തന്നെ ചെറുതായിരുന്നു. അങ്ങനെ ഇന്ന് കുറച്ച് കളക്ഷൻ കയറിയിട്ടുണ്ട്. കഴിഞ്ഞ വട്ടത്തെ വീഡിയോയിൽ എങ്ങനെ ഉണ്ടായിരുന്നു റെസ്പോൺസ്? കഴിഞ്ഞ വീഡിയോയിൽ നമുക്ക് റെസ്പോൺസ് ഉണ്ടായിരുന്നു. എൻക്വയറി വന്നായിരുന്നു. അത് 3-4 കേസ് ക്ലോസ് ആയി. ലാസ്റ്റ് എടുത്ത വീഡിയോ എനിക്ക് ഞാൻ വീഡിയോ എടുത്തുള്ള ഏകദേശം 3-4 വണ്ടി ഇടിച്ചു പോയി. അതെ അതെ അതെ. അതന്നെ പോയ വണ്ടിയല്ല ഞാൻ കുറച്ച് അതെനിക്ക് വീഡിയോ 3 മിനിറ്റ് താഴെ എൻക്വയറി വരുന്നുണ്ട്. ഇപ്പോഴും ഒരു വണ്ടിയുടെ കേസ് ബുക്കായിട്ട് പോയിട്ടുണ്ട്. വീഡിയോ അതിന് അതിൻ്റെ അത് ആഡ് ചെയ്യാൻ. അതെ അതെ. ഇത് 2009 ഓൾട്ടോ ആണ്. ഇപ്പം 5 വർഷം വരെ പേപ്പർ ഉണ്ട്. നല്ല ഹൈ ക്വാളിറ്റി വണ്ടി. സിംഗിൾ ഓണറാണ്. സിംഗിൾ ഓണർ. ഇന്ത്യയുടെ നീറ്റ് ആൻഡ് ക്ലീൻ. പഴയ സീറ്റ്. അതെ അതെ, കമ്പനി സീറ്റാണ്. ഓഡോമീറ്റർ കാണിക്കുന്നത് 69 സംതിങ് കാണിക്കുന്നത്. 69 സംതിങ്. സിംഗിൾ ഓൺ വണ്ടി. വണ്ടിയുടെ വില എത്ര വരുന്നുണ്ടോ? ഇത് നമുക്ക് ആസ്കിംഗ് പ്രൈസ് 1.35 അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. അഡ്ജസ്റ്റ് ചെയ്ത് അത് നേരി കാണുകയാണെങ്കിൽ വില വേഷം. അതെ അതെ അതെ. 1.35 ചോദിക്കുന്നുണ്ട്. അതെ അതെ. അടുത്തത് വീണ്ടും ഒരു ആൾട്ടോ. അതെ അതെ. ഇത് 2011 ലാസ്റ്റ് വണ്ടിയാണ്. സെക്കൻഡ് ഓണർ വണ്ടി. കിലോമീറ്റർ ഓടിയേക്കുന്നത് 63,000 വണ്ടി. നീറ്റ് വണ്ടിയാണ്. ഇന്ത്യയുടെ ക്ലീൻ ആണ്. 2011 ലാസ്റ്റ് വണ്ടി. 63,000 കിലോമീറ്റർ കമ്പനി സർവീസ്. ഇത് സെൻട്രൽ ലോക്ക് ആഡ് ചെയ്തിട്ടുണ്ടല്ലേ? സെൻട്രൽ ലോക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. നൈസ് കൂളിംഗ് കൊടുത്തിട്ടുണ്ട്. ഒരു ആക്സിഡന്റ് റീപ്ലേസ് ഒന്നുമില്ല. ഇത് ഫിനാൻസ് കുറവാക്കാം. ഫിനാൻസ് കുറച്ച് എമൗണ്ട് കിട്ടാൻ ചാൻസ് ഉണ്ട്. ശ്രീറാമിൽ എത്ര ഇട്ട് ഒരു ഏകദേശം? ഒരു രൂപയ്ക്കകത്ത് 2008. അതെ, 28 വരെ പേപ്പർ. 28 വരെ പേപ്പർ. അതെ അതെ. സിംഗിൾ ഓണർ വണ്ടിയാണ്. ഇത് സിംഗിൾ ഓണർ അല്ലേ? 69 കിലോമീറ്റർ. 79 കിലോമീറ്റർ. 79,000. ഇത് നമുക്ക് ആസ്കിംഗ് പ്രൈസ് 1.20 അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. 1.20 നെഗോഷ്യബിൾ ആണല്ലോ. അതെ. ഫ്രണ്ട് ഗ്ലാസ് റീപ്ലേസ് ഉണ്ട്. ഫ്രണ്ട് ഗ്ലാസ് റീപ്ലേസ്. വേറെ ഒന്നുമില്ല. 1.20 ചോദിക്കുന്നുണ്ട് അല്ലേ? അതെ. ഓക്കെ. അടുത്തത് ഒരു 800 അല്ലേ? അതെ 800. ഇത് 2005 വണ്ടി. MBF AC വണ്ടിയാണേ. MBF AC വണ്ടി. നമ്മൾ പുതിയ ടാക്സ് ഇപ്പൊ അടച്ചിട്ട് 60 രൂപ കൊടുക്കാം ഫൈനൽ. 5 വർഷത്തെ ടാക്സ് അടച്ച് 60 രൂപ കൊടുക്കാം. 60,000 രൂപ ചോദിക്കുന്നുണ്ട്. 60,000 അല്ല, ഫിക്സഡ്. അത് ഫിക്സഡ് ആണ്. പുതിയ ടാക്സ് അടച്ചിട്ട് 2005 ആണ് വണ്ടി. MBF കുഴപ്പമില്ല. നല്ല ടയറും കാര്യങ്ങളും നല്ല ബോഡി നല്ല രസമുണ്ട്. നല്ല ക്വാളിറ്റി ഉള്ള വണ്ടി. ബോഡി ക്വാളിറ്റി ഉണ്ട്. നല്ല ബോഡി ക്വാളിറ്റിയും കാര്യങ്ങളും. അതെ. കാണാം എടുത്ത് പണിയാനാണെങ്കിൽ നല്ല സൂപ്പർ വണ്ടി. അതെ. അപ്പൊ അടുത്തൊരു റയർ. അതെ അതെ അതെ. വാണാണ് സ്റ്റിംഗർ എന്ന് പറഞ്ഞ വേരിയന്റ് ആണ്. സ്റ്റിംഗർ ഇപ്പൊ എനിക്കൊന്ന് കാണാൻ കിട്ടാറില്ല. പണ്ട് ഒരുപാട് അല്ല, പിന്നെ VXI പ്ലസ് പറഞ്ഞ വേരിയന്റ് ഇറങ്ങിയ 2012 ഇറങ്ങിയതാണ്. പക്ഷെ ഇതിനകത്ത് വരുമ്പോൾ നമുക്ക് നോക്കുമ്പോൾ മറ്റേ വാണറിൽ അപേക്ഷിക്കുമ്പോൾ മറ്റേ ഡുവൽ കളറാണ് വരുന്നത്. ഡുവൽ ടോൺ ഇന്റീരിയർ. ഇത് ഫുൾ ബ്ലാക്ക് ആണ്. ഫുൾ ബ്ലാക്ക് ആണ് ഇന്റീരിയർ എല്ലാം വരുന്നത്. അത് അലോയിൽസ് ആഡ് ചെയ്തിട്ടുണ്ട്. അലോയിൽ എനിക്ക് അന്ന് കമ്പനി സ്റ്റോക്ക് അല്ലേ? അതെ, കമ്പനി സ്റ്റോക്ക് അലോയ്. പ്രൊജക്ട് ഹെഡ്ലാമ്പ് വരുന്നുണ്ട്. ഹാലജൻ ടൈപ്പ്. പക്ഷേ സംഭവം കൊള്ളാൻ കേട്ടോ. ഇൻബിൽറ്റ് സ്പോയിലറും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അന്നത്തെ ടോപ്പാണ് തോന്നുന്നില്ല വണ്ടി. അതെ അതെ. VXI. ഇത് എത്ര രൂപ വണ്ടി അല്ലേ? ഇത് നമുക്ക് ആസ്കിംഗ് പ്രൈസ് 3.10 അഡ്ജസ്റ്റ് കൊടുക്കാം. 3.10. ഫിനാൻസ് കയറുമല്ലോ? ഫിനാൻസ് കയറും. എത്ര രൂപ ഉണ്ടെങ്കിൽ ഇറങ്ങാൻ പറ്റും വണ്ടി? ഒരു 2-2.25 ഫിനാൻസ് കിട്ടും. 2-2.5 ബാക്കി ഇട്ടാൽ മതി. അതെ. ഓഹോ. അടുത്തൊരു ഇയോ. അതെ, ഇത് 2012 വണ്ടിയാണ്. 12 വണ്ടി. ഇതിനകത്ത് AC പവർ സ്റ്റിയറിംഗ്, 2 ഡോർ പവർ വിൻഡോ, ഇൻബിൽറ്റ് സ്റ്റീരിയോ വരുന്നുണ്ട്. അതെ. ഹാൻഡ് റെസ്റ്റ് ഒക്കെ വെച്ചിട്ടുണ്ടോ? അത് എക്സ്ട്രാ വെച്ചേക്കുന്നത്. വണ്ടി എത്ര ഓടിയിട്ടുണ്ടോ? വണ്ടി 50,000 കിലോമീറ്റർ ഓടിക്കുള്ളൂ. 50,000 കിലോമീറ്റർ. ഓണർഷിപ്പ് 4 ഓണറായി. അതിപ്പോൾ വണ്ടിയുടെ വില എത്ര വയ്ക്കുന്നുണ്ട്? ഇത് നമുക്ക് 1.65 ആസ്കിംഗ് പ്രൈസ്. അതിനകത്ത് 1.10 വരെ ലോൺ കിട്ടും. 1.50 രൂപ വണ്ടി ഇറക്കിക്കൊണ്ട് പോകാം. 1.10 ലോൺ കിട്ടും. 1.65 ചോദിക്കുന്നുണ്ട്. നല്ലൊരു വണ്ടിയില്ലേ? നല്ല വണ്ടി. ആക്സിഡന്റ് റീപ്ലേസ് ഒന്നുമില്ലല്ലോ. പെടാ വാഗനാറല്ലേ? ബിഗ് വാഗണർ. ഇപ്പോഴത്തെ പുതിയ മോഡൽ 2019 വണ്ടിയാണേ. 19 വണ്ടി. 53,000 കിലോമീറ്റർ. 53,000. പുതിയ ടയർ ആഡ് ചെയ്തിട്ടുണ്ട്. ഫ്രണ്ട് വണ്ടി 2019 അല്ലേ? 2019 വണ്ടി. VXI 1.2 ലിറ്റർ എഞ്ചിൻ. 1.2 ലിറ്റർ. അതെ അതെ. 53,000 കിലോമീറ്റർ. ചാവി ഉള്ളല്ലോ. അതെ, ചാവി അഡീഷണൽ ചെയ്തേക്കുന്നതാണ്. വണ്ടി എത്ര ഓടിക്കുന്നുണ്ട്? 54,000 കിലോമീറ്റർ. അടിപൊളി. വണ്ടിയുടെ വില എത്ര ചോദിക്കുന്നത്? ഇത് നമുക്ക് പാർക്ക് ആൻഡ് സെയിലാണ്. പാർട്ടി ആസ്ക് ചെയ്യുന്ന പ്രൈസ് 4.85 അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. 4.85. ഫിനാൻസിനാണ് എത്ര? ഫിനാൻസ് അവൈലബിൾ ആണ്. എത്ര അടയ്ക്കേണ്ടി വരും? നമുക്കൊരു 50 രൂപ ഇറക്കാം. 50 രൂപ വണ്ടി ഇറക്കാം. അപ്പൊ സ്കൂട്ടി എത്രയാ? വീഗോ നമുക്ക് 15 രൂപ സ്റ്റാർട്ടിംഗ് ഉണ്ട്. ഏതാ മൂലയെടുത്ത? ഇത് 15. അത് 20 രൂപ റേഞ്ച് വരുന്നുണ്ട്. 20 രൂപ റേഞ്ച്. ബുള്ളറ്റ് വരുമ്പോൾ 85 രൂപ. 85 രൂപ. ബുള്ളറ്റ് ഏത് മോഡൽ? 2016 മോഡൽ 85 രൂപ.
അപ്പോൾ ഫിറ്റിംഗ്സ് ഒക്കെ ഉള്ളത് അലൈസ് ഒക്കെ ചെയ്തിട്ടുണ്ട്. കൊള്ളാം കേട്ടോ അതാണ്. സെൻ നെസ്റ്റിലോ അല്ലേ? സെന്നസ്റ്റിലെ VX ആണ് വണ്ടി. 2006 വണ്ടി. ഇപ്പോൾ ടെസ്റ്റ് കഴിഞ്ഞു 27 വരെ പേപ്പർ ഉണ്ട്. കൊള്ളാം കേട്ടോ. ഇതിനകത്ത് AC പവർ സ്റ്റിയറിംഗ് 4 ഡോറും പവർ വിൻഡോ വരുന്നുണ്ട്. സ്റ്റീരിയോ അഡീഷണൽ ചെയ്തിട്ടുണ്ട്. നീറ്റ് വണ്ടി ഫോർമാറ്റ് ചെയ്തിട്ടുണ്ട്. എല്ലാം ചെയ്തിട്ടുണ്ട്. പഴയ സീറ്റ് കൊള്ളാം. നീറ്റ് വണ്ടി. എത്ര ഓടിയിട്ടുണ്ട് വണ്ടി? കിലോമീറ്റർ ഓടിക്കുന്ന 65,000. 65,000. സെക്കൻഡ് ഓണറാണ് വണ്ടി. സെക്കൻഡ് ഓണർ. നല്ല ക്വാളിറ്റി കൊള്ളാം കേട്ടോ. ഒരു ഫാമിലി കൊടുക്കാം നമുക്ക് അത്യാവശ്യം. നമ്മളെ സെന്നസ്റ്റില അതിൻ്റെ വലിയ മോഡൽ. എത്ര നമ്മളെ വണ്ടിയുടെ വില? നമ്മൾ ആസ്കിംഗ് പ്രൈസ് 1.10 ഫൈനൽ 1 രൂപ കൊടുക്കും. 1 രൂപ. പുത്തൻ കാര്യങ്ങളെല്ലാം ഉണ്ട്. പേപ്പർ ഉണ്ട്. ടയറും നല്ല പെയിന്റ് ഒക്കെ. നല്ല ടയർ. ഇവിടെയും കൊള്ളാം. 1 രൂപയ്ക്ക് ഓക്കെ. അതെ 1 രൂപ കൊടുക്കാം ഫൈനൽ. നല്ല കളർ കേട്ടോ. അടുത്തത് ഏതാ? ഇത് ആൾട്ടോ 800 2021 വണ്ടി. BS6 വണ്ടി LXI. എയർ ബാഗ് വരുന്ന മോഡലാണ്. എയർ ബാഗ് ABS എല്ലാം വരുന്നത്. എത്ര ഓടിയിട്ടുണ്ടോ വണ്ടി? കിലോമീറ്റർ കാണിക്കുന്നത് 38,000. സെക്കൻഡ് ഓണറാണ്. കൊള്ളാം. നല്ല ക്വാളിറ്റി ഉള്ളത്. ഇത് ഫിനാൻസ് കിട്ടും. നമുക്കൊരു 25 ഇറക്കാം. 25,000. നല്ല പ്രൊഫൈലൊക്കെയാണ്. വണ്ടി എത്ര ചോദിക്കുന്നുണ്ട് നമ്മൾ? ഇത് 3,400 ആസ്കിംഗ് പ്രൈസ്. അത് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാമല്ല. അല്ല ഫ്രണ്ട് പുത്തൻ ടയർ, ബ്രാൻഡ് ന്യൂ ടയർ. അപ്പോൾ സൂപ്പർ വണ്ടി. തോന്നുന്ന വണ്ടി. അതെ. ഇത് ഐട്ടൺ മാഗ്ന 2011 വണ്ടി. സെക്കൻഡ് ഓണർ. 72,000 കിലോമീറ്റർ. ആരായാലും നല്ലപോലെ കൊണ്ടുവേണം തോന്നുന്നു. നല്ല ഹൈ ക്വാളിറ്റി. നല്ല കളർ. ടയറും എല്ലാം ഓക്കെ ആണല്ലോ. പുത്തൻ ടയറാണേ. പുത്തൻ ടയർ. 1.2 ആണ്. 1.2 കാപ്പ് എഞ്ചിനാണ്. നല്ല പവർ വേണം. അപ്പോൾ നല്ല മൈലേജും പവറും. നമ്മളെ വണ്ടിയുടെ വില എത്ര ചോദിക്കുന്നുണ്ട്? ഇത് നമുക്ക് ആസ്കിംഗ് പ്രൈസ് 160 അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. വണ്ടിയുടെ മോഡൽ എത്രയാണ്? 2011. ഇത് സ്വിഫ്റ്റ് LX ഓപ്ഷൻ ആണ്. 2015 LX ഓപ്ഷനിൽ ഇത് VX-ലോട്ട് കൺവേർട്ട് ചെയ്തിട്ടുണ്ട്. നല്ല സൂപ്പർ ഇന്റീരിയർ. AC പവർ സ്റ്റിയറിംഗ് 2 ഡോർ പവർ വിൻഡോ. അല്ല 4 വീൽ അല്ല 2 ഡോറേ ഉള്ളൂ. 2 ഡോർ LX ഓപ്ഷൻ. 2 ഡോർ പവർ വിൻഡോ. പക്ഷെ നല്ലൊരു വണ്ടിയാണ്. അത് നമുക്ക് ആസ്കിംഗ് പ്രൈസ് 4 രൂപയാണ്. 2015. നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. വണ്ടി എത്ര ഓടിയെന്ന് പറഞ്ഞില്ല? കിലോമീറ്റർ 84. 4 വീലും കൊള്ളാം. ഇത് നല്ല പുത്തൻ ടയർ കിടക്കുന്നത്. സിംഗിൾ ഓണർ വണ്ടിയാണ്. സിംഗിൾ ഓണർ. ഓക്കെ. വണ്ടി എൻ്റെ ഫേവറേറ്റ് വണ്ടിയാണ് കേട്ടോ. ഞാൻ ഒരുപാട് സ്വപ്നം കണ്ടൊരു വണ്ടിയാണ്. സിംഗിൾ ഓൺ വണ്ടിയാണ്. 59,000 കിലോമീറ്റർ കമ്പനി സർവീസ് പ്രോപ്പർ പോയിക്കൊണ്ടിരിക്കുന്ന വണ്ടിയാണ്. പ്രോപ്പർ സർവീസ്. അതെ. വേറെ ആക്സിഡന്റോ റീപ്ലേസോ കാര്യങ്ങളോ ഒന്നുമില്ല. ഹെവി ക്വാളിറ്റി വണ്ടി. നല്ല ലക്ഷറിയസ് ആയിട്ടുള്ള മോഡലാണ്. ക്രൂയിസ് എന്ന് പറഞ്ഞാലേ അതെ സീനാണ്. ഇത് ഡീസൽ റോക്കറ്റ് എന്നാണ് ഇതിനെ അറിയപ്പെടുന്നത്. പിന്നെ അന്ന് എനിക്ക് തോന്നുന്നത് ഇറങ്ങും വേഷം 20-22 ലക്ഷം രൂപയുടെ വിലയുള്ള ഓട്ടോമാറ്റിക് എത്രയുണ്ട്? മാനുവലിന് വരും 17 രൂപ. അടിപൊളി. നമ്മളെ ഇതിന്റെ മോഡൽ ഏതാ? അത് പറഞ്ഞു. ഇത് 2011 രജിസ്ട്രേഷൻ വണ്ടി. 11 രജിസ്ട്രേഷൻ. സിംഗിൾ ഓണർ വണ്ടി. 59 കിലോമീറ്റർ. 59,000 ഓടിയുള്ളൂ. ഡീസലാണോ? ഡീസൽ. ഇത് സൺറൂഫ് എല്ലാം വർക്കിംഗ് ആണ്. LTZ ആണ് വണ്ടി. ഏറ്റവും ടോപ്പ്. അലോയ്സ്, സൺറൂഫ്, എയർ ബാഗ് ABS എല്ലാം ഉണ്ട്. ടോപ്പ്. അതെ. ക്രൂയിസ് നോക്കി കിടക്കുന്നൊരു പാർട്ടിക്ക് ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ള മോഡലാണ്. കാര്യം കമ്പനി സർവീസിൽ പൊയ്ക്കൊണ്ടിരിക്കുന്ന വണ്ടി. കമ്പനി സർവീസ് ധാരാളം എൻക്വയറി വരുന്നുണ്ട്. നമ്മൾ വിലഭാഗം നമ്മൾ വണ്ടി ഒന്ന് കണ്ടതിന് ശേഷം നമുക്ക് അതിനെ ഫിക്സഡ് ഫൈനൽ റേറ്റ് പറയാം. അതാണ് ഈ ഒരു വണ്ടിക്ക് നമ്മൾ വില പറയും. അതെ. KL 01 ആണ് വണ്ടി. 01 ട്രിവാൻഡ്രം വണ്ടി. അതെ.